ഇനി നമുക്ക് റവ കൊണ്ടൊരു ദോശ ഉണ്ടാക്കാം. 1 കപ്പ് റവ, റവ ഇളന്ന അതേ കപ്പിൽ 1/4 കപ്പ് തൈര് ഒഴിക്കാം. തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. റവയെല്ലാം നനഞ്ഞിരിക്കുക, ഇതുപോലെ നനയണം. അതുകൊണ്ടാണ് അളവ് കൃത്യമായിരിക്കണം. 1 കപ്പ് നിറച്ച് തൈര് ഒഴിച്ചാൽ ഇത് ഇച്ചിരി ലൂസാകും. പിന്നെ വലിയ പുളിയില്ലാത്ത തൈര് എടുക്കണം. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ പിന്നെ നമുക്ക് പുളി മാറാൻ വെള്ളം ഒഴിക്കേണ്ടി വരും. ഒത്തിരി പുളിയും നല്ലതല്ല. കണ്ടോ, ഇതുപോലെ എല്ലാം നനഞ്ഞ് ഇതിനി നമുക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് നേരം ഇരിക്കാം. റവ കുതിർന്ന് പൊങ്ങും. ഇവിടെ ഇരിക്കട്ടെ, അടച്ചു വെക്കാം. ഇതൊരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇതുണ്ടോ, റവയെല്ലാം നല്ലപോലെ കുതിർത്ത് പൊങ്ങി. മിക്സിയുടെ ജാറിലോട്ടിടാം. കണ്ടോ, നമ്മളിട്ടപ്പോൾ ഇച്ചിരിയേ ഉള്ളായിരുന്നല്ലോ. ഇപ്പോൾ കണ്ടോ, റവ കുതിർന്ന് പൊങ്ങിയേക്കുവാണേ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ, അരയ്ക്കാനായിട്ടുള്ള. അരച്ചോണ്ട് വരാം. ഇതിനകത്തോട്ട് ഒഴിക്കാം. പരുവം ആവശ്യത്തിനുള്ള ഉപ്പിടാമേ. ദോശക്കല്ലിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് തേക്കാമേ. എണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തവി മാവ് അങ്ങോട്ട് കോരി ഒഴിക്കാം. ഇവിടെ ബന്ധം തോന്നുമ്പോൾ ഇച്ചിരി എണ്ണയോ നെയ്യോ ഒഴിക്കാമേ. ഇവിടെ ഇങ്ങനെ അരികെ ഇങ്ങനെ പൊങ്ങി വന്നേക്കുന്ന കണ്ടോ, അങ്ങനെ ആകുമ്പോഴാണ് ഇത് പരുവായെന്നേ. കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. നമുക്ക് ഇങ്ങനെ വേണേ എടുക്കാം, ഇച്ചിരി കൂടെ മൊരിച്ചിട്ട്. കണ്ടോ, അതല്ല എങ്കിൽ തിരിച്ചിടാം. ഇതിപ്പോൾ തിരിച്ചിടാം. ഇരിക്കട്ടെ, എണ്ണ തേക്കാം. ഈ ദോശയുമായി ഇത് നമുക്ക് ഇങ്ങെടുക്കാമേ. 2 സൈഡും മൊരിച്ചിട്ട് എടുക്കണം. വീണ്ടും എണ്ണ തേച്ച് കൊടുക്കാം. നമുക്ക് മാവ് കോരി ഒഴിച്ച് എല്ലാ ദോശയും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അപ്പം നമ്മൾ ദോശയെല്ലാം ചുട്ടെടുത്ത് ഒരു 6-7 ദോശ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. സാമ്പാറും തേങ്ങാ ചമ്മന്തിയും കൂടാണ് കൂടെ വച്ചേക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.